സേറ. പെട്ടെന്ന് അവൻ്റെ മൃദുലതയേറിയ വിളി കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അതിശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ ഉമിനീരിറക്കി. അവൻ അവളുടെ അടുത്തേക്ക് എത്തിയതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവൻ അവളെ അടിമുടി നോക്കിയായിരുന്നു. അത് കണ്ട് അവളുടെ കൈകാലുകൾ വിറച്ചു. തൻ്റെ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. തുള്ളികൾക്കൊപ്പം വിയർപ്പ് കണങ്ങളും അവളിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്വാസം പോലും എടുക്കാൻ മറന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു. അവൻ അവളുടെ അടുത്ത് നിന്നുകൊണ്ട് ഒരു കൈ ഭിത്തിയിലൂന്നി മറുകൈ വെറുതെ താഴേക്കിട്ടിട്ട് അവളുടെ കാല് മുതൽ ദൃഷ്ടി പതിപ്പിച്ചു. അവൻ്റെ നോട്ടം കണ്ട് അവൾക്ക് നാണവും പരവേശവും ഒക്കെ തോന്നി. പെട്ടെന്ന് ഏതോ മാത്രയിൽ തോന്നിയ ഉൾപ്രേരണയിൽ അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളിൽ നിന്നും അങ്ങനൊരു പ്രതികരണം പ്രതീക്ഷിക്കാതിരുന്ന ക്രിസ്റ്റി പെട്ടെന്ന് ഞെട്ടി. അവൾ കാണാതെ ചിരിച്ചുകൊണ്ട് അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഒരു കൈ അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റി അവിടെ ഒന്ന് അമർത്തിയിരുന്നു. അവളൊന്ന് ഏങ്ങി. ഇച്ഛ. അവൻ്റെ നനഞ്ഞൊട്ടിപ്പിടിച്ച ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഷർട്ടിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു. അവൻ അവളുടെ പിൻകഴുത്തിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖം തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവനും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു. രണ്ടുപേരും പറയാതെ എന്തൊക്കെയോ പരസ്പരം പറയുന്നത് പോലെയായിരുന്നു. എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ എന്നെ വിവാഹം കഴിച്ചത്? അവൾ സംശയത്തോട് ചോദിച്ചു. അതിന് അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. അങ്ങനെയാണോ നീ കരുതിയിരിക്കുന്നത്? എങ്കിൽ അതൊക്കെ തെറ്റാ. നിന്നെ വേദനിപ്പിക്കാനാണ് എനിക്കിഷ്ടം. നീ വേദനിക്കുമ്പോൾ അവർക്കും വേദനിക്കും. എനിക്കതാ കാണേണ്ടത്. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നെ വേദനിപ്പിക്കാൻ ഇച്ചായനൊരിക്കലും കഴിയില്ല. സേറെ വേദനിപ്പിച്ചാൽ വേദനിക്കുന്നത് ക്രിസ്റ്റിക്ക. ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഇച്ചായന്? പറ്റുമോ? സേറെ നുള്ളി നോവിക്കാൻ പറ്റുമോ ക്രിസ്റ്റിക്ക്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. പെട്ടെന്ന് അവൻ അവളുടെ മുടിയിൽ കൂടി വിരലുകൾ കടത്തി അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചുകൊണ്ട് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ അവളുടെ ചുണ്ടിൽ ചേർത്ത് നുണഞ്ഞു. പെട്ടെന്നുള്ള അവൻ്റെ തീവ്രമായ വേഗതയോടുകൂടിയ ചുംബനത്തിൽ അവളുടെ കൈകൾ അയഞ്ഞു. അവൾ ഇരു കൈകളും അവൻ്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു. അവനെ കണ്ണു തുറന്ന് നോക്കാൻ പോലുമുള്ള ധൈര്യം അവൾക്ക് ഇല്ലായിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച് അവൻ്റെ ശരീരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ അവന് വിധേയയായി നിന്നു. തൻ്റെ തീവ്രമായ ചുംബനം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ശരീരം പോലും തളർന്ന് താഴേക്ക് പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഇച്ഛ. എപ്പോഴോ ശ്വാസത്തിന് വേണ്ടി അവൻ്റെ ചുണ്ടുകൾ അവളുടേതിൽ നിന്നും വേർപെട്ട സമയത്ത് അവൾ വിളിച്ചു. അവൻ അവളെ ഇരു കൈകളിലും വാരിയെടുത്തു. ഇച്ഛായ, വേണ്ട. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ കുസൃതിച്ചിരിയോടെ അവളെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു. അവളെ പതിയെ കട്ടിലേക്ക് കിടത്തി അവനവളുടെ ശരീരത്തിലേക്ക് നോക്കി. അവൻ്റെ നോട്ടം കണ്ട അവൾ. എന്നാൽ ഇത്തവണ അവൻ്റെ മുഖത്ത് ദേഷ്യമല്ലായിരുന്നു, മറ്റെന്തോ ഒരു തരം ഭാവമായിരുന്നു. കാമവും പ്രണയവും കുസൃതിയും നിറഞ്ഞ ഒരു ഭാവം. അത് കണ്ട അവൾ ഉരുകിയൊലിച്ചു. നിമിഷങ്ങൾക്കകം തൻ്റെ പുറമേനയിൽ അവൻ്റെ ശരീരം പതിച്ചതും അവളുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. ഹൃദയമിടിപ്പ് കൂടി. കൈകൾ തലേണയിൽ അമർത്തിപ്പിടിച്ചു. സെറ, ഞാൻ പണ്ട് കണ്ടതിൽ വെച്ച് നിന്റെ ശരീരം ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അവൻ പ്രണയത്തോടെ അവളുടെ കാതിൽ പറഞ്ഞു. അത് കേട്ട് അവളൊന്ന് മൂളിയതും അവൻ അവളുടെ വയറ്റിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഇച്ചയ, എനിക്ക് പിന്നെ അവൾക്ക് എന്തൊക്കെയോ അവനോട് പറയണമെന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. സെറ, വാട്ട് ഡു യു ഫീൽ നൗ? എന്നിൽ നിന്നും എന്തേലും നിന്റെ ശരീരം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ സെറ? അവൻ വശ്യമായി അവളോട് ചോദിച്ചതും അവൾ ഞെട്ടി. എന്താണോ തനിക്കിപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത് അതവൻ തന്നോട് ചോദിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പറയ് സെറ, എന്തേലും നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. അറിയാതെ തന്നെ മൂളി. എന്താ നിന്റെ ശരീരം പറയുന്നത്? ജസ്റ്റ് എ കിസ് ഓർ സംതിങ് എൽസ്? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. അറിയില്ല. അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു. നിന്റെ ശരീരം ഇപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ഇപ്പം തരാൻ പോവാ നിനക്ക്. അവൻ അവളുടെ കാതിൽ മൃദുലമായി പറഞ്ഞു. അവൻ അവളുടെ നഗ്നമായ പുറത്ത് ചുണ്ടുകൾ ചേർത്തു. അവളുടെ കൈകൾ അവൾ തലയിണയിൽ അമർത്തിപ്പിടിച്ചു. അവൻ അവളുടെ പുറത്തെ എല്ലിൽ ചുംബിച്ചു. പുറത്ത് നാവുകൾ കൊണ്ട് തഴുകി അവിടെ ദന്തങ്ങൾ പതിപ്പിച്ചു. അവൻ നൽകിയ വേദനയിൽ അവൾ മോളി വിളിച്ചു. സെറ. അവൻ അവളുടെ കാതിൽ പതിയെ വിളിച്ചു. ഇച്ചായ. അവൾ പരവേശത്തോടെ അവനോട് പറഞ്ഞു. അവളുടെ മുഖം ആകെ നാണം കൊണ്ട് ചുവന്ന് തുടുത്തിരുന്നു. അത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളിലേക്ക് അമർന്നു. അവളുടെ ഉമിനീർ തൊണ്ടക്കുഴിയിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലും അവൻ അവൾക്ക് നൽകുന്ന ചുംബനത്തിലൂടെ അവൻ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കഴുത്തിൽ നുണഞ്ഞും ചുംബിച്ചും ഉണർത്തിയ അവൻ അവളുടെ കഴുത്തിൽ കാണുന്ന ഞരമ്പിൽ അമർത്തിക്കടിച്ചു. അവളുടെ ശരീരം മുഴുവൻ അവൻ ചുംബിച്ചുണർത്തി. പെട്ടെന്ന് അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റതും അവനും സംശയത്തോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഇച്ഛ. അവൾ വെപ്രാളത്തോടെ അവനെ നോക്കി വിളിച്ചതും
അവളുടെ വെപ്രാളം കണ്ട് അവൻ ചിരിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം കുനിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ട് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. പെട്ടെന്ന് അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ആ നിമിഷം അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകി. സമയം കഴിഞ്ഞു പോയ ഏതോ നിമിഷത്തിൽ അവളിലെ പെണ്ണിനെ പൂർണ്ണമായും സ്വന്തമാക്കിയ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അവളുടെ കഴുത്തിലൊന്ന് അമർത്തി ചുംബിച്ചു. അവൾ ഏതോ മായാലോകത്തെന്ന പോലെ മുകളിലേക്ക് നോക്കിക്കിടന്നു. എപ്പോഴേക്കോ അവൻ്റെ സ്വന്തമാകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്നായിരിക്കുമോ എന്ന് കരുതിയിരുന്നില്ല എന്നവൾ ഓർത്തു. അവൻ തല ചരിച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി. മുകളിലേക്ക് നോക്കി കിടക്കുകയാണവൾ. എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അവളുടെ കിടപ്പ് കണ്ട ഒരു നിമിഷം അവന് കുറുമ്പും കുസൃതിയും വാത്സല്യവും ഒക്കെ തോന്നി. തൻ്റെ പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയതിൻ്റെ സന്തോഷം അവനുണ്ടായിരുന്നു. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നഗ്നമായ അവളുടെ ശരീരം ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ പ്രവൃത്തിയിൽ അവശയായി കിടക്കുന്ന അവളുടെ മേനിയിലൂടെ അവൻ വിരലോടിച്ചു. ഇച്ഛായ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവനൊന്ന് മൂളി. ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു. ദേഷ്യമല്ല, വെറുപ്പാ നിന്നോട്. അവൻ എന്തോ ഓർത്തതുപോലെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. പിന്നെന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു. ഓൺലി ഫോർ ലസ്റ്റ്. അവൻ അവളെ നോക്കാതെ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ ബലമായി അവൻ്റെ മുഖം അവളുടെ നേരെ തിരിച്ചു. എന്നിട്ട് ഇത്രയും നേരം ഞാൻ ഈ കണ്ണുകളിൽ കണ്ടത് എന്നോടുള്ള പ്രണയമായിരുന്നല്ലോ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഈ ക്രിസ്റ്റി ജെയിംസിൻ്റെ മനസ്സിൽ ഒരിക്കലും സെറ ഫ്രാൻസിസ് ഉണ്ടാവില്ല. അവൻ ദേഷ്യത്താൽ പറഞ്ഞുകൊണ്ട് അവളെ മാറ്റിക്കിടത്തിയിട്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവൾ പുതപ്പെടുത്ത് ചുറ്റിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് ടേബിളിലിരുന്ന സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു. ഇച്ചായ, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ ഒന്ന് നോക്കി. പക്ഷെ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഇച്ചായ മാത്രമേ ഉള്ളൂ. വീട്ടുകാരെ തോപ്പിക്കാൻ വേണ്ടി കെട്ടിയ മിന്നാണെങ്കിലും ഞാൻ പൂർണ്ണ മനസ്സോടെയായി ഇത് ഏറ്റുവാങ്ങിയത്. അവൾ അവളുടെ മാറിൽ കിടന്ന മിന്നിൽ പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ നിന്റെ കഴുത്തി കെട്ടിയത് വെറുപ്പോടെ മാത്രമാടി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഒരു പഫ് എടുത്തു. അപ്പോൾ ഇത് വെച്ചാൽ എൻ്റെ വെറുപ്പും ദേഷ്യവുമായിരുന്നോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു. പറഞ്ഞല്ലോ, പറ്റിപ്പോയി. പെട്ടെന്ന് നിന്നെ അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ലസ്റ്റ്, അത്രേ ഉള്ളൂ. ഞാനൊരാണല്ലേ, എനിക്കുള്ള വികാരങ്ങൾ. പിന്നെ നീ ഇപ്പം എൻ്റെ ഭാര്യയാണല്ലോ. അവൻ അവളെ നോക്കാതെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. തറയിൽ ചിതറിക്കിടന്ന് അവൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി. അവളാണെങ്കിൽ അവൻ പോകുന്നതും നോക്കി അങ്ങനെയിരുന്നു. ഇച്ചാൻ എന്നോട് കള്ളം പറയാം. ഞാൻ ഇന്ന് ഇച്ചാൻ്റെ കണ്ണിൽ കണ്ടത് പ്രണയം മാത്രമായിരുന്നു. ഇച്ചാൻ്റെ പഴയ സേറയോടുള്ള പ്രണയം, അവൾ സ്വയം പറഞ്ഞു. അവൻ സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചിട്ട് ഒരു പഫ് എടുത്തിട്ട് കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ സേറ, എൻ്റെ പെണ്ണ്. അവളെ താൻ എല്ലാ അർത്ഥത്തിലും ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നു. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അവളെ എൻ്റെ സ്വന്തമാക്കണമെന്ന്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവൻ ഓർത്തുകൊണ്ട് ചിരിച്ചു. പെണ്ണിൻ്റെ നിൽപ്പും പേടിയും അവളുടെ മുഖത്ത് മിന്നിമായുന്ന ഓരോ ഭാവങ്ങളും കണ്ടപ്പോൾ അറിയാതെ കയ്യിൽ നിന്നും പോയി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് എന്താ ചെയ്തതിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നത്. ആദ്യം എന്തോ വിഷമം തോന്നി. എൻ്റെ പ്രണയം അവളെ അറിയിക്കാതെ തന്നെ അവളെ സ്വന്തമാക്കിയതിൽ പെട്ടെന്ന് എന്തോ ഒരു കുറ്റബോധം തോന്നിയിരുന്നു. എങ്കിൽ അവളുടെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ സർവ്വ കുറ്റബോധവും കാറ്റിൽ പറന്നുപോയി. വീണ്ടും കുസൃതിയോടെ അവളെ അടുപ്പിച്ചതാണ്. പക്ഷേ അപ്പോഴാണ് അവളുടെ ഒലക്കമേലുള്ള ഒരു ചോദ്യം. അവളോട് ദേഷ്യമാണോന്ന്. അപ്പോൾ ഒന്ന് കൊടുക്കാനാ തോന്നിയത്. ദേഷ്യത്തിനാണോ ഞാൻ അവളെ സ്വന്തമാക്കിയത്? അങ്ങനെയാണോ അവൾ എന്നെപ്പറ്റി മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ദേഷ്യമാണ് വന്നത് അത് കേട്ടപ്പോൾ. പിന്നെ നല്ല ദിവസമായിട്ട് വേദനിപ്പിക്കേണ്ടെന്ന് കരുതി അങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോന്നത്. അവൻ അവളുടെ ചോദ്യം ഓർത്തതും എന്തോ ദേഷ്യം വന്നു. ഇഷ്ടമല്ല, വെറുപ്പാണ് അവളോടെന്നും വെറും കാമത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അവളെ സ്വന്തമാക്കിയതെന്നും ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ആ ഡയലോഗ്, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോയി. അമ്മാതിരി ഡയലോഗല്ലേ എന്നോട് അവൾ പറഞ്ഞത്. ഞാൻ കള്ളം പറയുകയാണെന്ന്. എൻ്റെ കണ്ണിൽ അവൾ പ്രണയം മാത്രമാണ് കണ്ടതെന്ന്. എന്നിട്ടാണ് അവൾ എന്നോട് ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിച്ചത്. അല്ലെന്ന് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ അടുത്ത ഡയലോഗ്, അവൾ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ ശരിക്കും ചിരിയാ വന്നത്. അവളുടെ അടുത്ത് നിന്നാൽ വീണ്ടും ഞാൻ എന്തേലുമൊക്കെ ചെയ്തു പോകും. ഒരിക്കൽ കൂടി അവൾക്കത് താങ്ങാൻ കഴിയില്ല. അതുപോലെയല്ലേ എൻ്റെ പ്രണയം ഞാനവളെ ഇപ്പോൾ അറിയിച്ചത്. മതി നിർത്ത്, വയ്യ ഇച്ചായ എന്നൊക്കെ പെണ്ണിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവളിൽ നിന്നും അകലാൻ മനസ്സും ശരീരവും അനുവദിച്ചില്ല. ഇത്രയും വർഷത്തെ എൻ്റെ പ്രണയം, കാത്തിരിപ്പ് എല്ലാം ഇന്നൊരു രാത്രി കൊണ്ട് അവളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. പാവം, നന്നായി വേദനിച്ചു എന്ന് തോന്നുന്നു. മാന്യമായിട്ട് TV കണ്ടുകൊണ്ടിരുന്ന എന്നെ പ്രലോഭിപ്പിച്ചതല്ലേ, അനുഭവിക്കട്ടെ. അവൻ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയമേ ചിരിച്ചു. ഇച്ചായ. പുറകിൽ നിന്നും അവളുടെ വിളി കേട്ട അവൻ ചിരി ഒളിപ്പിച്ചിട്ട് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി.
എന്താ? ആ ഗൗരവത്തോടെ തന്നെ അവൻ ചോദിച്ചു. കഴിക്കണ്ടേ? അവൾ സംശയത്തോടെ നോക്കി. എൻ്റെ വിശപ്പ് മാറി. അവൻ അവളെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ വല്ലാതെയായി. അവൻ്റെ കുസൃതിയോടെയുള്ള ആ ഒഴിഞ്ഞു നോട്ടത്തിൽ അവൾ ചുവന്നു തുടുത്തു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയൊന്നും കഴിച്ചില്ലെങ്കിൽ സാരമില്ല, എൻ്റെ വയറ് നിറഞ്ഞു. അവൻ അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾക്ക് നാണം തോന്നി. അവൻ അവളുടെ കഴുത്തിലേക്ക് നോക്കി. ചുവന്ന് തിണർത്ത ഒരു പാട് അവളുടെ കഴുത്തിൽ കിടപ്പുണ്ടായിരുന്നു. എപ്പോഴോ കാമത്തിൻ്റെ ഉന്നതിയിൽ ചെയ്തു പോയതാണ്. നല്ലപോലെ ചുവന്ന് കിടക്കുന്ന ആ പാടിൽ അവൻ വിരൽ കൊണ്ട് തഴുകി. അവളൊന്ന് എരിവ് വലിച്ചു. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ചോദ്യം കേട്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്രണയം മാത്രമായിരുന്നു അപ്പോൾ അവൻ്റെ കണ്ണുകളിൽ. അത് കണ്ട് അവൾ പുഞ്ചിരിച്ചു. അവളുടെ പുഞ്ചിരി കണ്ട് അവൻ സംശയത്തോടെ നെറ്റി ചുളിച്ചു. എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും എന്നോടുള്ള ഇച്ചായൻ്റെ പ്രണയം ഈ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളെ നോക്കാതെ തിരിഞ്ഞു നിന്നു. പിന്നെ കതക് തുറന്ന് സിറ്റൗട്ടിലേക്ക് നടന്നു. എന്തിനാ എന്നോട് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? പറയ്, ഞാൻ ഇച്ചായൻ്റെ സേരയല്ലേ? എന്നോട് ഇപ്പോഴും ഇച്ചായൻ ആ പഴയ ഇഷ്ടമില്ലേ? പറയ്. അപ്പച്ചനും അമ്മച്ചി ഇച്ചായനോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ കെട്ടിക്കോളാൻ, അല്ലേ? എന്നിട്ട് എന്തിനാ സേരയോട് ദേഷ്യം? പറയ്. ഇത്രയും വർഷം ഓരോ ദിവസം എണ്ണി ഞാൻ കാത്തിരുന്നത് ഇച്ചായനെയല്ലേ? ഇച്ചായൻ്റെ സേറെ ആകാനല്ലേ ഞാൻ ആഗ്രഹിച്ചത്? എന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുന്നേ? അതോ അപ്പച്ചനെ അമ്മച്ചി ഇല്ലാതാക്കാൻ ഞാൻ കൂട്ടുനിന്നു അത് ഇച്ചായൻ്റെ തലയിലാക്കാൻ ഞാൻ കൂട്ടുനിന്നു എന്നൊക്കെ ഇച്ചായൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? പറയ്, ഉണ്ടോന്ന്? അവൾ ദേഷ്യത്തോടെ അവനെ പിടിച്ച് അവൾക്ക് നേരെ നിർത്തി. അവൻ്റെ ഷർട്ടിൽ പിടിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു. സേറ. അവൻ ദേഷ്യത്തോടെ അവളുടെ ഇരു കൈകളിലും പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്തിനാ ദേഷ്യം എന്നോട്? ഇപ്പം ഇങ്ങനെയൊക്കെ നടന്നിട്ട് എന്നോട് വെറുപ്പാണെന്ന് പറഞ്ഞ എന്തിനാ? വെറുപ്പും ദേഷ്യമാണെങ്കിൽ എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ? എന്തിനാ എൻ്റെ ദേഹത്ത് തൊട്ടത്? എന്നെ കിസ് ചെയ്തത് എന്തിനാ? എന്നെ അങ്ങനെ? അവൾ ബാക്കി പറയാതെ നിർത്തി. അങ്ങനെ? അത് കേട്ട പെട്ടെന്ന് ദേഷ്യം മാറി അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ആ ചോദ്യം കേട്ട് അവൾ വല്ലാതെയായി. പറയ്, അങ്ങനെ? ബാക്കി പറയടി. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, വിട്. അവൾ അവൻ്റെ കയ്യിൽ നിന്നും മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് കേൾക്കണം, പറയ്. അങ്ങനെ ഞാൻ എന്താ ചെയ്തത്? അവൻ വീണ്ടും കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ ചുണ്ടിൽ താണത്താലുള്ള പുഞ്ചിരി വിരിഞ്ഞു. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ സേറ. നീ എൻ്റെയാ, എൻ്റെ മാത്രാ നീ. എനിക്ക് തോന്നുമ്പോൾ ഞാൻ നിന്നെ തൊടും, കിസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് എന്താണോ അതൊക്കെ ഞാൻ ചെയ്യും. കാരണം ഞാൻ മിന്നുകെട്ടി എൻ്റെ പെണ്ണാ നീ. ഇനി നിനക്ക് അതിനൊന്നും പറ്റില്ല എന്നാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ പുറത്ത് ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ബാക്കി പൂർത്തിയാക്കുന്നതിന് മുൻപേ അവളുടെ കരങ്ങൾ അവൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു. പെണ്ണുങ്ങളെ നോക്കി പോകുമ്പോൾ ഇതൊന്നും ഓർത്താൽ മതി. അവൾ കുറുമ്പോട് അവനെ നോക്കി പറഞ്ഞു. പിന്നെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. ഡി. അവൻ പുറകിൽ നിന്നും കപടദേഷ്യത്തോടെ അവളെ വിളിച്ചു. പോടത്തെ എമ്മാടി, നീ എൻ്റെയാ, സേറയുടെ ചായനാ നീ എൻ്റെ ശരീരം മാത്രം കണ്ടാൽ മതി. അവൾ ഹാളിൽ ചെന്ന് നിന്നിട്ട് ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഓടി. അവൾ ഓടിപ്പോകുന്നത് കണ്ട് അവൾ അടിച്ച കവളിൽ കൈവച്ചുകൊണ്ട് അവൻ സ്വയമേ ചിരിച്ചു. ദുഷ്ട, നിനക്ക് ഞാൻ തരുന്നുണ്ട്. അടുത്ത തവണ ഒരു ദേ ഞാൻ കാണിക്കില്ല മോളെ, ഇതും കൂടി ചേർത്ത് ഞാൻ തരും. അവൻ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് സ്വയം പറഞ്ഞു. എന്നാൽ അതൊക്കെ ബദേലിലെ സിറ്റൗട്ടിൽ നിന്നും നോക്കിക്കൊണ്ടിരുന്ന അയാളുടെ കണ്ണിൽ പക ആളിക്കത്തി. നിന്നെ ഞാൻ ഒരിക്കലും സന്തോഷിക്കാൻ വിടില്ല ക്രിസ്റ്റി. നീ അവളുടെ കൂടെ സന്തോഷമായിട്ട് ഒരിക്കലും ജീവിക്കില്ല. എനിക്കറിയാം നീ അവളെ വിവാഹം കഴിച്ചതൊരിക്കലും പകയോ ദേഷ്യമോ കൊണ്ടല്ലെന്ന്, അവളോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ട് മാത്രമാണെന്ന്. പക്ഷെ അത് അധികകാലം നിൽക്കില്ല, ഞാൻ സമ്മതിക്കില്ല, അയാൾ ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞു.